നമസ്കാരം. ഇതാണ് ജാനകി ചൂല. ഋഷികേശിലെ ഗംഗാ നദിക്ക് കുറുകെയുള്ള ഇരുമ്പ് തൂക്കുപാലങ്ങളിൽ ഏറ്റവും വലുതാണിത്. മൂന്ന് വരികളാണ് ഇതിനുള്ളത്. നടുക്ക് കാൽനട യാത്രക്കാർക്കും വശങ്ങളിൽ ഇടത് പോകാനും വലത് വരാനുമായി ടൂ വീലറുകൾക്കും ഉപയോഗിക്കാൻ കഴിയും വിധമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റിവർ റാഫ്റ്റിംഗ് ബോട്ടുകളാണ് ഈ കാണുന്നത്. ഋഷികേശിൽ ധാരാളം അഡ്വഞ്ചർ കമ്പനികളും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് പാലത്തിന് മറുവശമാണ്. ശ്രീരാമചന്ദ്രന്റെ പത്നിയായ സീതാദേവിയുടെ പേരാണ് പാലത്തിന് നൽകിയിരിക്കുന്നത്, ജാനകി ചൂല. 274 മീറ്റർ നീളവും നദിയിലെ ജലനിരപ്പിൽ നിന്ന് 30 മീറ്റർ ഉയരവുമുണ്ട് ഈ തൂക്കുപാലത്തിന്. ഗംഗയ്ക്കരികിലെ ഒരു ശവസംസ്കാര തീരമാണ് ഇത്. മോക്ഷധാം ദ്വാർ എന്നാണ് പേര്. ഇവിടെ നിന്നാൽ ജാനകി ചൂല മുഴുവനായി കാണാം. വിറകുപയോഗിച്ച് പരമ്പരാഗതമായ രീതിയിലാണ് ശവദാഹം ചെയ്യുന്നത്. ഇപ്പോഴും പുക ഉയരുന്നുണ്ട് ഈ വിറകുകൊള്ളികളിൽ നിന്നും. ഈ തീരത്ത് നദിക്ക് ആഴം കുറവാണ്. വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് ഗംഗ ഏറ്റവും മുകളിലെ പടവ് പോലും വെള്ളത്തിൽ മുക്കിയിരുന്നു. ആരുടെയോ ശവസംസ്കാരം നടക്കുകയാണ് അവിടെ. ഋഷികേശിലെ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ആണിത്. ജാനകി ചൂലയ്ക്കരികിലായുള്ള ഹെലിപാഡാണ് ഈ കാണുന്നത്. വാനപ്രസ്ഥ ആശ്രമത്തിന് മുന്നിലെ പടവുകളാണ് ഈ കാണുന്നത്. ഇതിലൂടെ താഴേക്ക് ഇറങ്ങി നോക്കാം. ഗംഗാതീരം വളരെ വൃത്തിയായാണ് പരിപാലിക്കുന്നത്. വൃത്തികേടാക്കുന്നവർക്ക് കനത്ത പിഴയാണ് ചുമത്തുന്നത്. അത്തരം ബോർഡുകൾ പല സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ട്. ഇവിടെ നദിക്ക് ആഴവും ഒഴുക്കും വളരെ കൂടുതലാണ്. മഴക്കാലമല്ലാത്തതിനാൽ നല്ല തെളിഞ്ഞ വെള്ളമാണ്, നല്ല തണുത്തതും. ഇവിടെ നിന്നും ഗംഗാജലം പാത്രങ്ങളിലാക്കി വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കാറുണ്ട്. പല ചടങ്ങുകളിലും അത് ഉപയോഗിക്കും. ഗംഗാജലം ഒരിക്കലും നാശമാകില്ല എന്നാണ് പറയുന്നത്. സ്കന്ദപുരാണം അനുസരിച്ച് രൈഭ്യ മഹർഷി വളരെ കാലം ഒരു മാവിൻ ചുവട്ടിലിരുന്ന് കഠിന തപം ചെയ്ത് മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥലമാണിത്. മാവിൻ ചുവട്ടിൽ തപസ്സനുഷ്ഠിച്ചതിനാൽ കുബ്ജാമരഗ് എന്ന് ഈ സ്ഥലം പിന്നീട് അറിയപ്പെട്ടിരുന്നു. എന്നാൽ രൈഭ്യ മഹർഷി തന്റെ ഇന്ദ്രിയങ്ങളെയെല്ലാം അടക്കി തപസ് ചെയ്തതിനാൽ മഹാവിഷ്ണുവാണ് ഈ സ്ഥലത്തിന് ഋഷികേശ് എന്ന പേര് നൽകിയത്. ഋഷികേശ് എന്നാൽ ഇന്ദ്രിയങ്ങളുടെ നാഥൻ, അതായത് മാസ്റ്റർ ഓഫ് സെൻസസ്. ഋഷികേശിലെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.